ഹലോ എൻ്റെ കൂട്ടുകാരെ. അപ്പില്ലേ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെ, ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറിലോട്ട് കയറി. അപ്പച്ചിയുണ്ട്, അപ്പച്ചിയുടെ മരുമോളുണ്ട്, അപ്പച്ചിയുടെ മോനുണ്ട്, പിന്നെ അവരുടെ കുട്ടിയും കൂടിയുണ്ട് കേട്ടോ. ഇവരൊക്കെ ബാംഗ്ലൂരാണ് താമസം. ഇവൻ്റെ പൂന്നൂൽ കല്യാണമാണ് കേട്ടോ, ഏപ്രിലിൽ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയാലേ അപ്പോൾ തീരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടനെ മെട്രോ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. പൊയ്ക്കോ, ജോലിക്ക് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം തന്നെ ഷോപ്പിങ്ങിന് രാധാകൃഷ്ണനിലോട്ടാണ് വന്നത്. മുണ്ടൊക്കെ എടുത്തു, സാരി എടുത്തു, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഒരു 11 മണിക്ക് കയറിയത് 1:30 മണിയൊക്കെ ആയി കേട്ടോ ഷോപ്പിംഗ് കഴിയാനായിട്ട്. പിന്നെ ഇനിയും ഉണ്ട് ഷോപ്പിങ്ങിന്. അപ്പോൾ കൂടുതൽ ടയേർഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് എനർജിയൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോകുൽ ഊട്ടുപുരയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. ഇന്ന് എന്താവോ എന്തോ. അപ്പോൾ ദേ ചേട്ടത്തി ഊണാണ് കേട്ടോ ഓർഡർ ചെയ്തത്, അപ്പച്ചിയും ഊണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മട്ടരി ചോറും സാമ്പാറും എലിശ്ശേരി, അവിയൽ, ചമ്മന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഗായത്രി ചേച്ചി പൊടി മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അതും കൊള്ളായിരുന്നു കേട്ടോ. ഞാനും ടേസ്റ്റൊക്കെ ചെയ്തു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പ്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട്. ചേച്ചി വടയും കൂടി ഓർഡർ ചെയ്തു. ചൂടൊന്നുമില്ല കേട്ടോ. അതും ടേസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. എൻ്റെ ഫുഡ് വരാൻ എന്ത് ലേറ്റാ, കുറേ ടൈം എടുത്തു കേട്ടോ. പിന്നെ വന്നിട്ടുണ്ട്. പൊറോട്ടയും പനീർ ബട്ടർ മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട ഓർഡർ ചെയ്തത്. അപ്പോൾ അതെ, അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീറൊക്കെ നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ ഫുഡൊക്കെ, അവൻ ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത്. അവൻ ചപ്പാത്തിയൊക്കെ കഴിച്ച് എൻ്റെ അടുത്ത് വന്നിരിക്കണതാണ് ഹായൊക്കെ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ജയലക്ഷ്മിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്താവോ എന്തോ, ഉറക്കമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇത് 2nd ഫ്ലോറിലാണ് നമ്മുടെ സെക്ഷൻ തന്നെ, സാരിയുടെ സെക്ഷൻ. അപ്പോൾ കുറേ ടൈമൊക്കെ എടുത്തു. എല്ലാം കൺഫ്യൂഷനായിരുന്നു, എന്തെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചേച്ചിനെ കൊണ്ട് ഒരു സാരിയൊക്കെ ഉടുപ്പിച്ച് കാണിപ്പിച്ചു. പിന്നെ അതെ, ഞാൻ പിന്നെ ബില്ലിങ്ങിന് അവർ ബില്ലൊക്കെ പേ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കണ്ടായിരുന്നു. അപ്പം തന്നെ 6 മണിയായി കേട്ടോ. നല്ല ടയേർഡൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും. പിന്നെ അതെ, പോണ വഴിക്ക് ശിവയിലേക്ക് കണ്ടു. എന്ത് ബ്ലോക്കാ, നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ തോപ്പുംപടി പാലത്തിൽ കയറാൻ ഒരു 6:30, 6:45 അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് വന്നാലും സൺസെറ്റ് കാണാൻ പറ്റി കേട്ടോ. അതൊരു ഭാഗ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റൊക്കെ കാണാൻ. നിങ്ങൾക്കും ഇഷ്ടമല്ലേ സൺസെറ്റൊക്കെ കാണാൻ? അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു. ടയേർഡാണ്, എന്നാലും ആസ്വദിച്ചു കേട്ടോ സൺസെറ്റൊക്കെ. പിന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.